കൂടുതൽ വാർത്തകളിലേക്ക്. ഇടുക്കി തൊടുപുഴയിൽ പട്ടയത്തിനായുള്ള വയോധികയുടെ പ്രതിഷേധം ഫലം കണ്ടു. അമ്മിണിക്ക് പട്ടയത്തിന് അർഹതയുണ്ട് എന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പട്ടയം കയ്യിൽ കെട്ടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് അമ്മിണിയമ്മ. ആ പട്ടയം അതിൻ്റെ പട്ടയം എനിക്ക് കിട്ടണം. വില്ലേജ് ഓഫീസർ ചുമ്മാ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഊതിയ കാറ്റല്ലത്. വില്ലേജ് ഓഫീസർ അതിൻ്റെ ചെക്കും പാനും എല്ലാം നോക്കിയിട്ട് വീട്ടിൽ വന്ന് എഴുതി കൊടുത്തേക്കണം തഹസിൽദാർക്ക്. അവർ കെട്ടിയ എൻ്റെ 10 സെൻറ്റിൻ്റെ അകത്ത് കെട്ടിയ മതിലും പൊളിച്ചു കളയണം. അവർ 2 തേക്കുണ്ടായിരുന്നു, 50,000 രൂപ വരും തേക്ക്. അവരും അതും വെട്ടിക്കൊണ്ടുപോയി. അതും എനിക്ക് തിരിച്ചു കിട്ടണം. അല്ല, ഞാൻ സമരം അവസാനിപ്പിക്കില്ല സാറേ. അത്രയ്ക്ക് തെണ്ണമുണ്ട് ഇതിന്, അത്രയ്ക്ക് തെണ്ണം. അവർ ഗവൺമെൻറ്റിൻ്റെ ചക്രം മേടിച്ചുകൊണ്ട് പണിയണതായി. ഞാൻ വലിയൊരു അപ്പി വാരി ജീവിച്ചുകൊണ്ടിരുന്നു. അതിന് പറ്റാതെ വന്നപ്പോഴാണ് എനിക്ക് വില്ലേജ് ഓഫീസർ ഈ കടലാസി പ്രകാരം തന്ന സ്ഥലം എനിക്ക് വേണം. അല്ല, ഞാൻ മാറില്ല. അല്ല, ജീവിതകാലം എപ്പോഴും ഞാൻ ഈ ബെഞ്ചിലിരിക്കും. ജെയിൻ എസ് രാജുണ്ട് വിവരങ്ങളുമായി. ജെയിൻ, വളരെ ശക്തമായി തന്നെയാണ് അവരുടെ പ്രതികരണം. ഇന്നലെ നമ്മൾ കണ്ടതാണ് അവരുടെ തത്സമയം പ്രതിഷേധ രംഗത്തിരിക്കുന്നതും. ഇപ്പോൾ പക്ഷേ നടപടിയാകുന്നു. എന്തായാലും കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയല്ലോ. പക്ഷേ അതിന് കുറച്ച് സമയം എന്തായാലും ഈ നിയമ നടപടികളൊക്കെ പൂർത്തിയാകാൻ എടുക്കും. അവരെ അനുനയിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടോ, അതോ ഇത് കിട്ടാതെ മടങ്ങില്ല എന്ന് തന്നെയാണോ? ദിവിഷ്, ഈ പൂർണ്ണമായും നീതി നിഷേധിക്കപ്പെട്ട ഒരു വയോധികയാണ്. കാരണം മറ്റു മാർഗമില്ല, മറ്റു വരുമാനമില്ല, മറ്റു ആശ്രയമില്ലാത്ത ഒരു അമ്മയാണ് അമ്മിണിയമ്മ എന്ന് പറയുന്നത്. അപ്പൊ തുടർച്ചയായി നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ ഏറ്റവും അവസാനം എന്ന നിലയിലാണ് അവർ മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഇത്തരം ഒരു സമരമാർഗത്തിലേക്ക് കടന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ കൈവശം ഇരുന്ന 10 സെന്റ് ഭൂമി മറ്റാളുകൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. എന്തായാലും റവന്യൂ വകുപ്പ് ഈ പ്രശ്നം ഉയർന്നു വന്നതിന് ശേഷം ആ കാര്യം പരിശോധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മറ്റൊരാൾക്ക് പട്ടയം കൊടുത്ത ഭൂമിയാണ്, അതിൽ ഇവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. എന്തായാലും റവന്യൂ വകുപ്പ് ഈ എതിർകക്ഷിയായിട്ടുള്ള ഈ സമീപത്തുള്ള ആളുടെ പട്ടയം പരിശോധിക്കുന്നുണ്ട്. ആ പട്ടയത്തിലെ അതിർത്തി സംബന്ധിച്ച പരിശോധനയാണ് നടക്കുക. അതിനുശേഷം ആ പരിശോധനയിൽ ഇവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി തെറ്റായി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കിക്കൊണ്ട് ഇവർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി, ഇപ്പോൾ കൈവശം ഇരിക്കുന്ന ഏതാണ്ട് 4 സെന്റിൽ താഴെ ഭൂമിയാണ് മാത്രമാണ് ഇപ്പോൾ കൈവശമുള്ളത്. ആ ഭൂമിക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് വിശദീകരിക്കുന്നത്. എന്തായാലും ഈ അമ്മയെ സംബന്ധിച്ച് അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അവർ താൻ കൈവശം വെച്ചിരിക്കുന്ന 10 സെന്റ് ഭൂമിക്കും പട്ടയം ലഭിക്കണം. അതോടൊപ്പം തന്നെ അവിടെ സ്വകാര്യ വ്യക്തികൾ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. ആ മതിൽ പൊളിച്ചു മാറ്റുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ് അമ്മയുടെ നിലപാട്. ശരി, എത്ര സഹിച്ചിട്ടാകും അവർ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് തയ്യാറായതെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും വേഗത്തിൽ, ഇപ്പോൾ റിപ്പോർട്ട് നൽകിയാൽ പോലെ ആ നടപടികൾ വേഗത്തിൽ കൂടി ആവുകയാണ് വേണ്ടത്. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.